പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളുടെ ഉദ്ഘാടന വിഷയം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ യുക്തിവാദ ചരിത്രം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് യുക്തിവാദ ചിന്തകൾ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. രാവിലെ നമ്മുടെ ശബരിയേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്കൂളുകൾ, സംഘപരിവാറിൻ്റെ സ്കൂളുകളിൽ കൂടെ വരുന്ന ഒരു വിപത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി IPS IAS ആ തലത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുന്ന എന്താ പറയുക അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ എത്രത്തോളം പിന്നോട്ട് നയിക്കുന്നതാണ് കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ അടുത്താണ് നമ്മളുടെ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഓഫീസർ IPSകാരൻ സീനിയർ IPSകാരൻ്റെ ഒരു പ്രസ്താവന വന്നത്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വൈക്കം രാജാവിൻ്റെ മന്ത്രിയായിരുന്നു, ഞാൻ രാജാവിനെ എതിർത്തപ്പോൾ രാജാവ് എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ഉണ്ടായത്, എന്നിട്ട് ഞാനിപ്പോൾ പുനർജനിച്ചു വന്നതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നത് IPS ഓഫീസർ മാത്രമല്ല 4 PhDയും കൂടിയുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഭരണഘടന ആർട്ടിക്കിൾ 51H പറയുന്നത്. ആ ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കേണ്ട രീതിയിലുള്ള ആൾക്കാരിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒട്ടനവധി ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് 2-3 വർഷം മുൻപ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പ്രസ്താവന വന്നത്. പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പഠനത്തിൽ മോശമാകുന്നു. അപ്പോൾ കാരണം കണ്ടെത്താൻ പറ്റാതെ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. അവർ നോക്കിയപ്പോൾ ഹോസ്റ്റലിൽ എങ്ങോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ കണ്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ പഠനത്തിൽ മോശമാകുന്നതെന്ന്. അങ്ങനെ അവർ ആ ഹോസ്റ്റൽ പൊളിച്ചു കളഞ്ഞ് പുതിയൊരു ഹോസ്റ്റൽ പണിതു. അതിനുശേഷം നടന്ന എക്സാമുകളിലെല്ലാം ഈ കുട്ടികൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് TV ചാനലിൽ വന്നതാണത്. നമ്മുടെ ആലപ്പുഴയിൽ മറ്റാണെന്ന് തോന്നുന്നു, കേരളത്തിലെ ഒരു +2 വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവിടെ നിന്ന് മറുപടി വന്നു, ഞങ്ങൾക്ക് ഈ വക പരിപാടികളൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി വന്നു. അങ്ങനെ TV ചാനലുകാർ വീണ്ടും ഇദ്ദേഹത്തോട് ചോദിച്ചു, സാറ് പറഞ്ഞ കാര്യം ശരിയല്ല, ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ ഇത് വന്നിട്ടുണ്ട്, അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. ഞാൻ ഇന്നലെ കൂടി വിജ്ഞാൻ സാഗറിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ 5ൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. 5ൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ എടുത്ത വഴിക്ക് പറഞ്ഞത്, സാറേ അങ്ങനെ തെക്കോട്ട് തിരിഞ്ഞിരുന്നത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കസേര വടക്കോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ആ 5ാം ക്ലാസ്സുകാർക്കുള്ള യുക്തി പോലും ഈ IPS ഡോക്ടറേറ്റ് 4-5 ഡോക്ടറേറ്റൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ചെറുപ്പം തൊട്ടേ ഇത്തരം രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മളെ ചാലക്കുടിയിലൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലെ ഒരു സ്വാമി TV ചാനലിൽ തന്നെ ഉള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, പശുവിൻ്റെ മൂത്രത്തിന് ഗംഭീര ദിവ്യൌഷധമാണ്. ഞാനവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. ഈ പശുവിൻ്റെ മൂത്രം ചാരായം വാറ്റുന്ന പോലെ വാറ്റുന്നുണ്ട്. ഈ പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ട് ചാരായം വാറ്റുന്ന പോലെ വാറ്റിയെടുക്കുന്ന ഇതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ദിവ്യ ഔഷധമാണ്, എല്ലാ അസുഖങ്ങൾക്കും, ക്യാൻസറിന് വരെ ഏറ്റവും ഉത്തമ ഔഷധമാണ് എന്നുള്ളത് തന്നെയാണ്. അത് അവരാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. പക്ഷേ ഈ അടുത്താണ് ചെന്നൈ IIT വന്നുള്ള അതിൻ്റെ ഡയറക്ടർ ആരോ പറഞ്ഞത്, പശുവിൻ്റെ മൂത്രത്തിന് ഗംഭീര ഔഷധം തന്നെയാണ്, എൻ്റെ അച്ഛന് വന്നുള്ള അസുഖം പശുവിൻ്റെ മൂത്രം കുടിച്ചിട്ടാണ് മാറ്റിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഈ വാക്കുകളെ സാധാരണ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ. കാരണം ഒന്നുമില്ലാതെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ പറയുമോ? ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു യുവാവിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് നിർബന്ധിച്ച് മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി.
മന്ത്രവാദി ഇദ്ദേഹത്തിൻ്റെ ദോഷങ്ങളെല്ലാം ആവാഹിച്ചെടുത്ത് ദോഷങ്ങളൊക്കെ എല്ലാം ആവാഹിച്ച് ഇനി ഇതിനെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുവാവിനെയും കൊണ്ട് ഒരു നദിയുടെ കരയിലെത്തി. അങ്ങനെ നദിയിലേക്ക് ഇതൊഴുക്കി മന്ത്രവാദിയും യുവാവും കൂടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങി രണ്ടുപേരും മുങ്ങി മരിച്ചു. ഈ ആഴ്ച ഉണ്ടായ സംഭവമാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിലാണിത്. അല്ലാതെ നമ്മൾ ബീഹാറിലോ ഒറീസയിലോ ഈ വക ഇതിലൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത്. കേരളത്തിലുണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഒറീസയിലോ ബീഹാറിലോ കണ്ട് ഈ വർഷം ഉണ്ടായ ഒരു സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ച് ചിരിച്ചു. എന്താണ്, 35 വയസ്സുള്ള യുവാവ് വിവാഹം കഴിച്ചിട്ട് 5 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. കുട്ടികളില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. മന്ത്രവാദി പറഞ്ഞു ഒരു കറുത്ത കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരു ചെറിയ കറുത്ത കോഴിക്കുഞ്ഞിനെ വാങ്ങി വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങി യുവാവ് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് പറയാണ് എന്ത് വിഡ്ഢിത്തര കാണിക്കണത്, ഈ കറുത്ത കോഴിക്കുഞ്ഞിനെയൊക്കെ വിഴുങ്ങി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്നത്. ആരാ പറയുന്നത്? ഉരുളി കമഴ്ത്തിയ കുട്ടികളുണ്ടാവുമെന്ന് പറയുന്ന ആൾക്കാരാ അല്ലേ? അവരാണ് പറയുന്നത് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവില്ല എന്ന്. പിന്നെ പറയുന്നത് ആരാ? കൃപാസനം പത്രം വയറ്റത്ത് വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ അവനവൻ്റെ വിശ്വാസമൊക്കെ ഗംഭീര വിശ്വാസങ്ങളാണ്. മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് അതിൽ യുക്തികേട് കാണാൻ പറ്റുന്നത്. നമ്മളുടെ എല്ലാ വിശ്വാസങ്ങളും നമ്മൾ ഗംഭീരമായിട്ട് അതിന് ശാസ്ത്രീയ അടിത്തറയൊക്കെ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഏറ്റവും വലിയ ആപത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലരാമപുരത്താണെന്ന് തോന്നുന്നു ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു വന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു കുട്ടി വീടിന് ദോഷമാണ് അല്ലേ? കുട്ടി ദോഷം മാറാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ തലമുണ്ടനം ചെയ്തു. തലമുണ്ടനം ചെയ്തിട്ടും ദോഷം മാറിയില്ല. അമ്മാവൻ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. തിരുനെൽവേലിയിലാണ് 60 വയസ്സുള്ള ഒരാൾ സ്വന്തം മകളുടെ ചെറിയ ഒരു പിഞ്ച് കുഞ്ഞ് ചിത്തിര നക്ഷത്രത്തിലെങ്ങാണ്ടാണ് ജനിച്ചത്. അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു ചിത്തിര നക്ഷത്രത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് ദോഷമാണെന്ന് പറഞ്ഞു. ഈ 60 വയസ്സുള്ള മുത്തശ്ശന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ സ്വന്തം മകളുടെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇതൊക്കെ ഈ അടുത്തുണ്ടായ സംഭവങ്ങളാണ് അല്ലേ? ശക്തമായ നിയമം മൂലം ഇതിനൊക്കെ നിരോധിക്കേണ്ട അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം മൂലം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം എത്രയോ തവണകളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിയമം മൂലം തന്നെയാണ് നമുക്കിതെല്ലാം പലതും നിർത്തലാക്കാൻ പറ്റിയുള്ളത്. ഈ നിയമമൂലം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊലപാതകങ്ങളും മന്ത്രവാദത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും നരബലിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നടക്കും. കാരണം അതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ് അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇലന്തൂർ 2 യുവതികളെ ബലി കൊടുത്തത്. ആ നരബലിയൊക്കെ നിയമസാധുതയോട് കൂടിയിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് എല്ലാവരിലും ഉള്ളത്. പക്ഷെ നിയമത്തിനെ പേടിച്ചുകൊണ്ടാണ് പലരും ചെയ്യാത്തത്. നിയമം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഇടപെടലുകൾക്ക് നേരെ കേരള യുക്തിവാദി സംഘം ഒഴിച്ച് വേറൊരു സംഘടനകളും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അധികം തീർപ്പിക്കുന്നില്ല. നമ്മുടെ തൃശ്ശൂരിലെ യുക്തിവാദ സംഘത്തിൻ്റെ ചരിത്രം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള കാലഘട്ടത്തിലും കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് സമൂഹത്തിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നെഹ്റു പറഞ്ഞ ഒരു വാക്കുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസിയേക്കാൾ അപകടകാരിയാണ് വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസി എന്നുള്ളത്. ശബരിയേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം അന്ധവിശ്വാസികളെയും ഈ അനാചാരങ്ങളെയൊക്കെ പുലർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കിനിയും ചെയ്യാനുള്ളത്. അതിന് നമ്മളുടെ ഈ 34ാം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിനോടനുബന്ധിച്ച് പറയാനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ നമ്മൾ നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.